ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു മലേന്റെ മുകളിൽ പോയിട്ട് നമ്മൾ ടെന്റ് അടിച്ച് താമസിക്കൂലേ, അതുപോലെ വീടിന്റെ ഓപ്പൺ ടെറസിൽ ടെന്റ് സെറ്റ് ചെയ്തിട്ട് അവിടെ ഒരു രാത്രി മൊത്തം കഴിയാന്ന് വിചാരിച്ചു. ഇത് മെയിൻ ഡോറ്, ഇത് കൊതുക് വല. ഫ്രണ്ട്സ്, പുറത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. താഴത്ത് പന്നികൾ വന്നിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഡിജിബോക്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പൊ ഞങ്ങളുടെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു മലേന്റെ മുകളിൽ പോയിട്ട് നമ്മൾ ടെന്റ് അടിച്ച് താമസിക്കൂലേ, അതുപോലെ. പക്ഷെ അത് ഞങ്ങൾക്ക് നടന്നിട്ടില്ല, കാരണം ചെറിയ കുട്ടികളായതുകൊണ്ട് ഒറ്റയ്ക്ക് ഇതാണല്ലോ. അപ്പം അത് നടന്നിട്ടില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ വീടിന്റെ ഓപ്പൺ ടെറസിൽ ടെന്റ് സെറ്റ് ചെയ്തിട്ട് അവിടെ ഒരു രാത്രി മൊത്തം കഴിയാന്ന് വിചാരിച്ചു. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം പണ്ട് പപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ടെന്റ് ഉണ്ടായിരുന്നു. പണ്ടാണ് കേട്ടോ, എന്നോ ഒരു കാലത്ത് കൊണ്ടുവന്നതാണ്. അപ്പൊ അത് ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇവിടെ എവിടെയോ ഉണ്ട്, എവിടെയാണോ ഞങ്ങൾക്ക് അറിയില്ല, എവിടെയോ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ മുകളിൽ ഓപ്പൺ ടെറസിലാണ് ഇത് സെറ്റ് ചെയ്യാൻ പോണത്. ഒരു ഭാഗത്ത് പാടാണ് കേട്ടോ. അപ്പം രാത്രി രസമായിരിക്കും, ഇങ്ങനെ തണുപ്പത്തൊക്കെ ഇങ്ങനെ കിടക്കാൻ രസമായിരിക്കും. അപ്പം നമുക്ക് ഇന്ന് അടിച്ച് പൊളിക്കാം ഗൈസ്. പിന്നെ പഠിത്തവും ഫുഡ് കഴിക്കലൊക്കെ അവിടെ നിന്ന് തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ടെന്റ് എവിടെയാണെന്ന് തിരയണം. അത് തിരയാൻ കുറച്ച് പണിയാണ്, കാരണം കുറേ ദിവസമായി അത് എടുത്തു. ദിവസമല്ല, കുറെ വർഷമായി എടുത്തിട്ട്. കൊറോണ ടൈമിൽ എടുത്തതാണ്, പിന്നെ അത് എടുത്തിട്ടില്ല. ഇത് എന്താ സ്ഥിതിന്ന്, ആ ടെന്റിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് ടെന്റ് തപ്പി നോക്കാം ഫ്രണ്ട്സ്. അപ്പൊ ഫസ്റ്റ് തന്നെ എന്റെ റൂമിൽ നോക്കാം ടെന്റ്. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നും ചിലപ്പം കിടന്ന റൂമിൽ അല്ലെങ്കിൽ എന്റെ എഡിറ്റിംഗ് റൂമിന്റെ ടേബിളിന്റെ ഉള്ളിൽ പച്ച കളറിൽ കണ്ടിട്ടായിരുന്നു. അതിന് മാറ്റില്ല, അതിലൊരു ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ടെന്റ് ഇവിടെ കിട്ടിയിരിക്കുന്നു. ഈ ബാഗിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതിന്റെ ഉള്ളില്. അപ്പൊ നമുക്ക് പുറത്തോട്ട് പോകാം. അപ്പം ഇവിടെയാണ് നമ്മൾ ടെന്റ് സെറ്റ് ചെയ്യണത്. പക്ഷെ ഇവിടെ നമുക്ക് ക്ലീൻ ചെയ്യാണ്ട്, അത് മാത്രമല്ല നമുക്ക് ഈ ടെന്റും ക്ലീൻ ചെയ്യാനുണ്ട്. നല്ല പൊടിയാണ്, തുറന്നത് നല്ല പൊടിയാണ്, കുറെ നാളായാലും എടുത്തിട്ട്. അപ്പം ഇത് ടെന്റും ക്ലീൻ ചെയ്യാനുണ്ട്, പിന്നെ ഇവിടെ ക്ലീൻ ചെയ്യാനുണ്ട്. നമുക്ക് ആരംഭിക്കാം. അപ്പം ഇവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ടെന്റ് സെറ്റ് ചെയ്യണം. ടെന്റ് സെറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ നോക്കി നോക്കാം. അതെ, യൂട്യൂബിൽ നോക്കി നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നടന്നില്ലെങ്കിൽ നമ്മള് നമ്മുടെ ലൈഫിലെ പപ്പേനെ വിളിക്കുന്നതാണ്. ഒരു ലോങ് വീഡിയോ ആണ് ഗൈസ്, അതൊന്നും കാണാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് നമുക്ക് പപ്പേനെ വിളിക്കാം. പപ്പേനെ വിളിച്ചു.
ഫ്രണ്ട്സ് 6 മണിയായി, ഇരുട്ടായി തുടങ്ങി. അപ്പം ഇവിടെ ഓൾറെഡി ലൈറ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ലൈറ്റ് നമുക്ക് ഇത് സെറ്റ് ചെയ്തിട്ടോ. ഇതിനി ഊരിപ്പോന്ന പെട്ടു. പിന്നെ അപ്പം 2 സെറ്റാണ്. അപ്പൊ ഇതിന് വേണ്ട ഉള്ളിലൊക്കെ എന്തൊക്കെയാ വേണ്ട? കില്ല് വേണം, തലേണ വേണം, പിന്നെ വിരിപ്പ് വേണം, പതപ്പ് വേണം. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ടെന്റൊക്കെ സെറ്റ് ചെയ്തു. ഇനി ഇതിന് ഇന്റീരിയർ സംഭവങ്ങളൊക്കെ വേണം. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഞങ്ങൾ പണ്ട് വെച്ചൊരു പെണ്ണുപടി ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ബെഡും കിടക്കയും തലേണയും അല്ല. ഇത് മെയിൻ ഡോറ്, ഇത് കൊതുക് വല. അപ്പം നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം ഫ്രണ്ട്സ്. അപ്പം ആദ്യം ബെഡ് വേണം. അപ്പൊ ബെഡ് ഞാൻ എടുത്തോണ്ട് വരാം, സ്പോൺസേഡ് ബൈ അമ്മ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് ഇത് കിടക്കാം. ഇത് തലേണ, ഇത് ഹോസ്റ്റൽ ബെഡാണ്. ഞാൻ പണ്ട് നമ്മൾ ബെഡ് തലേനൊക്കെ വെച്ചിട്ടാണ്. കറക്റ്റ് ആയിരിക്കൂലേ ബെഡിന് വലുപ്പം? ഇതിനായിട്ട് വാങ്ങിയതാണ് നിങ്ങൾ വിചാരിക്കരുത്. ഇത് ഞാൻ പണ്ട് താഴെ വെച്ചായിരുന്നു കിടക്കല്. അപ്പൊ ഞാൻ ഈ ബെഡായിരുന്നു അതിന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി ബെഡ്ഷീറ്റ് വേണം ഫ്രണ്ട്സ്. ബെഡ്ഷീറ്റ് ഒക്കെ തിരിച്ചു കഴിഞ്ഞിട്ട് തലേണ വെച്ചാ മതി. എന്റെ കളിപ്പാട്ടൻ സാധനങ്ങളൊക്കെ ഞാൻ എന്റെ നോട്ടും ടെക്സ്റ്റും പിന്നെ ഒരു പാവക്കുട്ടി എനിക്ക് കെട്ടിപ്പിടിച്ചെടുക്കാനും പിന്നെ സ്കുഷി മുകളിൽ ഒരു സ്ലേറ്റും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി എടുത്തോണ്ട് ബുക്കൊക്കെ എടുത്തു. പിന്നെ പെന്നും പെൻസിലും സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ബെഡ്ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് വിരിക്കാം. ബെഡ്ഷീറ്റ് വിരിക്കുന്നതിന് മുന്നേ ആയിട്ടൊരു കാര്യമുണ്ട്. ഇവിടെ നിറച്ച് പൊടിയാണ്. അടിച്ച് വാരിയിട്ടുണ്ടെങ്കിലും ഇവിടെ പൊടിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാർപ്പറ്റ് വിരിക്കാം. അല്ലെങ്കിൽ ചെളിയൊക്കെ ആയിട്ട് കാർപ്പറ്റ് ഇട്ടു. ഇനി ബെഡ്ഷീറ്റ് ഫുള്ള് വിരിച്ചിട്ടില്ല. അപ്പം വിരിക്കട്ടെ. മോളത് ആ സൈഡ് കേട്ടോ, എന്റെ ഈ സൈഡും. ഞാനുള്ള സംഭവങ്ങൾ ചീട്ട്, പിന്നെ പാട്ട് കേൾക്കണ സംഭവം, പിന്നെ ചീട്ടൊക്കെ എവിടെ ഇരിക്കണേ ദിയമോക്കെ അറിയുള്ളൂ. ദിയമോളൊക്കെയാണ് അത് എടുത്ത് വെക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാം താഴെ പോയിട്ട് എടുത്തോണ്ട്, എല്ലാം താഴെയാണ് താഴെ പോയിട്ട് എടുത്തോണ്ട്. കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ സൈഡിൽ വെക്കാൻ വേണ്ടിട്ട്. നമുക്ക് ഇതിലിരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. പിന്നെ ഒരു ഭംഗിക്കും കൂടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം
എല്ലാം സെറ്റാണ്. ഇനി ഞങ്ങക്ക് കുറച്ചു നേരം ഇരുന്ന് പഠിക്കണം. എക്സാം ആണ്, മൺഡേ എക്സാം ആണ്. അതുകൊണ്ട് ഞങ്ങൾ ഇരുന്ന് പഠിക്കട്ടെ. അതെ, ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ ഉള്ളിൽ ഇരുന്ന് പഠിക്കാന്, ടെന്റിന്റെ ഉള്ളില്. ഞങ്ങൾ പഠിക്കാൻ പോവാണ്. ബുക്കൊക്കെ ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. ഇവിടെ ലൈറ്റ് ഒക്കെ വെച്ചുട്ടോ. അവിടെ ഇതിന് പുറത്താ വെച്ചു. പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പൊ പുറത്തിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. അതെവിടെ വേസ്റ്റ് ഒക്കെ ആവൂലേ, വൃത്തികേടാവും. നമുക്ക് രാത്രി കിടക്കാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഉള്ളിലിരുന്നല്ല കഴിക്കണത്. അപ്പൊ അമ്മ ഇപ്പൊ ഫുഡ് കൊണ്ട് വരും. കൈയൊക്കെ കഴുകി. അപ്പം അമ്മ ഇപ്പൊ ഫുഡ് കൊണ്ട് വരും. കഴിഞ്ഞു. ചട്ടിയിലാണ് കേട്ടോ ചോറ്. എല്ലാം വെറൈറ്റി ആക്കി. അപ്പൊ ചോറ് ചട്ടിയിലാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ചട്ടിച്ചോറാക്കാന്ന് വിചാരിച്ചു. സൂപ്പർ. മുട്ട പൊരിച്ചതുണ്ട്, പിന്നെ പരിപ്പ് കറി ഉണ്ട്, പിന്നെ ചമ്മന്തി പൊടി ഉണ്ട്. മുട്ടയുടെ അടിയിൽ അച്ചാറുണ്ട്, നാരങ്ങ അച്ചാർ. നാരങ്ങ അച്ചാറുണ്ട്. തുടങ്ങി നമ്മളോട് വിശന്ന് നന്നായിട്ട് കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പുറത്തിരുന്ന് കഴിക്കുമ്പം വേറൊരു വൈബാണ് ഗൈസ്. ഇത് ഇങ്ങനെ ഫുഡ് കഴിക്കാനും വേണ്ടി വാങ്ങിയ ചട്ടിയാണ്. ചെറുത് വലുത് വേറെ. അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, കൈയൊക്കെ കഴുകി. അപ്പൊ ഇനി ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ച് ഇനി ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചു. ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ കിടന്നുറങ്ങണതിന് മുന്നേ കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങുന്നുള്ളൂ. അപ്പം ഞങ്ങൾ എന്താ ഫ്രഷ് ആയിട്ട് വരട്ടെ ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങൾ ഫ്രഷ് ആയി വന്നു. ഞങ്ങള് യൂണോ കാർഡും പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കറും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ട് പോവാം. കമോൺ. ബ്ലൂടൂത്ത് സ്പീക്കർ ഇത് ഓണാക്കുമ്പോ ഒരു ജാതി സൗണ്ടാണ് ഇതിന്. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങള് ഫസ്റ്റ് യൂണോ കളിക്കാൻ പോവാണ്. ഇപ്പൊ തന്നെ ഉറക്കമൊന്നും വരുന്നില്ല. ഇതെന്റെ എന്റെ ഫ്രണ്ട് തന്നതായിരുന്നു 6ാം ക്ലാസ്സിന്. അപ്പം യമൂക്ക് ഇത് കളിക്കാൻ അറിയാട്ടോ. നമുക്ക് മറ്റേ സ്പീഡിലുള്ള കളി കളിക്കാം ഫ്രണ്ട്സ്. അപ്പൊ ഷഫിൾ ചെയ്തിട്ട് ഇടാൻ പോവാണ് കേട്ടോ. ഭയങ്കര സങ്കടത്തിലാണ് ഗൈസ് തോറ്റത്. കളി ഇവിടെ അവസാനിക്കുന്നില്ല. ലുഡോ കളിക്കാൻ വേണ്ടി അമ്മ ഫോണും കൊണ്ട് വരുന്നുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ കളിച്ചൊക്കെ കഴിഞ്ഞു. ദിയമ്മോളാണ് ഇതില് ജയിച്ചത് ദിയമ്മോളാണ്. അപ്പം ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുമ്പോ അമ്മ വന്ന് പറഞ്ഞു കിടന്നുറങ്ങാൻ സമയം കുറെ ആയി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് കിടക്കാൻ പോവാണ് ഗൈസ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഓഫ് ആക്കുകയാണ്. കിടക്കാനുള്ള പരിപാടി നോക്കുകയാണ്. ഞങ്ങൾ കണ്ടോ എമർജൻസി ലൈറ്റ് ഒക്കെ കൊണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. ആരും വിചാരിക്കുന്നത് ഫോണാണ് എമർജൻസി ലൈറ്റ് ആണ് കുഞ്ഞത്. അപ്പം ജിപ്പ് അടയ്ക്കട്ടെ, കൊതുക് വല അടയ്ക്കണം, പിന്നെ മെയിൻ വാതിലും അടയ്ക്കണം ഗൈസ്. ലൈറ്റ് ഓഫ്. ഞങ്ങളപ്പം ടെന്റിനകത്ത് കേറി കിടക്കാൻ പോവാണ്. അവിടുന്ന് എന്തൊക്കെയോ പടക്കം പൊടുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നു കേട്ടോ. അമ്പലത്തിൽ നിന്നാണ് തോന്നുന്നു. ഞങ്ങൾ എമർജൻസി ലൈറ്റ് ഓൺ ആക്കിണ്ട്. കണ്ടോ? കാണുന്നില്ല. റീൽസ് എടുക്ക. ഈ ലൈറ്റ് ദിയമ്മള് പിടിച്ചോ, ഇങ്ങനെ പിടിച്ചോ.
ആ കുറച്ച് മുന്നിക്ക് പിടിച്ചോ. ഞാനും ഷൂട്ട് ചെയ്യാൻ. ഫ്രണ്ട്സ് നിക്കി പുറത്ത് ഭയങ്കര കുരക്കലാണ്, എന്താന്ന് മനസ്സിലായിട്ടില്ല. ഇനിയും പന്നി എന്തെങ്കിലും വന്നാണോ പ്രേതം വന്നാണോ എന്നൊന്നും അറിയില്ല ഗൈസ്. അവരെല്ലാരും താഴത്തേക്ക് പോയേക്കാണ്. എനിക്ക് പേടിയൊന്നുമില്ല, ദിയമ്മക്കാണ് പേടിയല്ലേ? പേടിയാണല്ലേ ദിയമ്മക്ക ഗൈസ് പേടി, എനിക്ക് പേടിയില്ല കേട്ടോ. പക്ഷെ എനിക്ക് കുറേ നേരമായി ഗൈസ് ഇങ്ങനെ നിർത്താതെ കുരക്കണ്. ഫ്രണ്ട്സ് പുറത്തുനിന്ന് എന്തൊക്കെയൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു. ഞാൻ പേടിക്കണില്ല. പേടിക്കില്ല എന്ന് പറഞ്ഞ ആളല്ലേ. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്ക്, പ്രേത സിനിമയിലൊക്കെ ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി നോക്ക്. പേടിയാവുണ്ട്. കുട്ടിപ്പേടിയുണ്ട്. താഴത്ത് പന്നികൾ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി, ഞങ്ങൾ പേടിച്ചിട്ടില്ല. ഒരു സമാധാനം. അതെ ഞങ്ങൾ കൂട്ടി എന്തൊക്കെ പോലെ തോന്നണം. എന്താണ് നമുക്ക് താഴെ കിടക്കാം, താഴെ കിടക്കാം വരുന്നോ? ഞങ്ങൾക്ക് പേടി സഹിക്കാനാവാതെ ഞങ്ങൾ താഴേക്ക് തന്നെ തിരിച്ചു പോവാൻ തോന്നണില്ല. പേടി ഉണ്ടെങ്കി വാ നിക്ക് മോളെ, നിക്ക് ധൈര്യശാലി. ഇവിടെ കിടക്കുന്ന അങ്ങോട്ട് കയറണ്ട, അങ്ങോട്ട് കയറണ്ട, എനിക്ക് ഇവിടെ നിന്നാ മതി. ഫ്രണ്ട്സ് നിക്കിനെ ഞങ്ങൾ കൂട്ടിന് ഇവിടെ കിടത്തിക്കോളാം. എന്താ അപ്പം ഞങ്ങൾ താഴത്തേക്ക് പോണില്ല. നിക്കിന് ഇവിടെ കൂട്ടിന് ഇവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ. അല്ലേ നിക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിച്ചു. നിക്കി ഒരു പാറ്റ വന്നാ പോലും നിക്കി കുരയ്ക്കും, അതാ പ്രശ്നം. ഇപ്പൊ ആ പറമ്പില് പന്നി വന്നു, അത് നിക്കി കുറച്ചത്. ഞാൻ പേടിച്ചു പോയി. ഞാൻ TV കണ്ടോണ്ടിരിക്കുന്നു. അപ്പൊ ഇവരുടെ ശബ്ദം കേട്ടപ്പോ എനിക്ക് എന്താ അല്ലറിയത് മോളെ. ഞങ്ങളുണ്ടായിരുന്നു വെറുതെ എന്താ എനിക്ക് കുറയ്ക്കണമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാട്ടോ. നോക്കുമ്പോ ഒരു വീട്ടില് ഒരു ലൈറ്റ് ഇല്ല. അതെങ്ങനെ എല്ലാരും കിടന്നുറങ്ങൂല്ലേ? എന്തായാലും ഫോണ് കയ്യിലിരിക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കട്ടോ. നിക്കുണ്ടാവും ഇവിടെ. നിക്ക് കണ്ടോ പുറത്തോട്ട് നോക്കി നിക്കണം. ഓക്കെ ഞാൻ ഇത് അടയ്ക്കട്ടെ, ചൂടാണ്, അതുകൊണ്ട് ഇങ്ങനെ കിടന്നോട്ട് കാറ്റ് കയറട്ടെ. ഫ്രണ്ട്സ് നിക്കി ഇവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നിക്കിന്റെ ഒരു വാലിൽ നിക്കി ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഹേയ് പ്രഭു, ഹേയ് നിക്കി. അപ്പം ഞങ്ങൾ കിടക്കാൻ പോണേ, ഇതൊക്കെ തുറന്നിട്ടേക്കാട്ടോ ചൂട് കാരണം. ഫ്രണ്ട്സ് അപ്പം അമ്മയൊക്കെ പോയി ആ ലൈറ്റ് ഓഫ് ആക്കി. എനിക്കത് കൂടെ ഇറങ്ങി കിടക്കുന്നുണ്ട്. എനിക്ക് അപ്പൊ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടേ കിടക്കുണ്ടാവുള്ളൂ. അതെനിക്ക് അപ്പം അമ്മ ഇവിടെ ലൈറ്റ് ഇട്ടിട്ട് പോയിട്ടുണ്ട്, യെല്ലോ കളർ ലൈറ്റ് ഇട്ട് പോയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കിതാ ഇത് കൂടെ ഇറങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ. അപ്പം ഞങ്ങൾ കിടക്കാം. ഇതിന്റെ മോളെ കൂടെ ഇവരെന്താ പറയണെന്ന് നോക്കിയതാണ്, ദേവ് പേടിച്ച്. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ആയി ഫ്രണ്ട്സ്. ഞാൻ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മോട് എണീറ്റു കേട്ടോ. ഞാൻ 7 മണിക്കാണ് അലാറം വെച്ചിരുന്നത്. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ചൂട് വന്നപ്പോഴാണ് ഞങ്ങൾ എണീറ്റത് കേട്ടോ. അപ്പം 7 മണിക്ക് അലാറം അടിച്ചു. 7:30 അലാറം അടിച്ച്
പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കൂടെ ഉറങ്ങാൻ വിചാരിച്ചു, കാരണം തണുപ്പുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചൂടാവാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾ എണീറ്റത് ഗൈസ്. അടിപൊളിയായിരുന്നല്ലേ. രാവിലെ ഒരു മണി ആ സമയമാണ് തോന്നുന്നത്. തണുപ്പൊക്കെ ആയിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ പുതച്ച് മൂടി ഞങ്ങൾ കിടക്കിയത് ഗൈസ്. സൂപ്പർ ആയിരുന്നു. ദിയമോക്ക് പിന്നെ എത്ര ചൂടത്താണെങ്കിലും തണുപ്പായിരിക്കും ഗൈസ്. കണ്ടോ, അമ്മക്ക് ഉറക്കം വേനുണ്ട് പിന്നെ കിടക്കും. അപ്പം നിക്കിവിടെ ഇല്ല. നിക്ക് താഴത്തേക്ക് പോയി തോന്നണം. അപ്പൊ ആ വാതില് അടച്ചിട്ടിട്ടില്ല കേട്ടോ. അപ്പൊ വാതില് ചാരിയിട്ടേ ഉണ്ടാവുള്ളൂ. നിക്കുന്ന താഴത്തേക്ക് പോയിട്ടുണ്ടാവും. പുറത്ത് തണുപ്പുണ്ട് കേട്ടോ. വെയില് വന്നു കേട്ടോ, ചെറുതായിട്ട് വെയിലൊക്കെ വന്നു. എങ്ങനെയുണ്ടായിരുന്നു ദിയമ്മ? രസമുണ്ടായിരുന്നു കുട്ടിപ്പരയിൽ കിടന്നിട്ട്. അപ്പം ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടത്തം അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടോ. ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ കിടന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഒരു ദിവസം ഒറ്റയ്ക്ക് കിടക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മേനെ വിളിക്കാൻ പാടില്ല. പക്ഷേ ഞങ്ങൾ ഇത് ടെൻ്റ് അടിക്കുന്നതിന് മുന്നേ വിചാരിച്ചു ഇനി അഥവാ പേടിച്ചാലോ അമ്മേനെ വിളിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ വേണ്ടി വന്നില്ല. പപ്പയും അമ്മയും ഇവിടെ മുകളിൽ ഈ റൂമിൽ തന്നെയായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. നിക്കി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മുങ്ങി തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നിക്കിൻ്റെ ഇതൊന്നും കാണാനില്ല. അമ്മ ഉറക്കി കഴിഞ്ഞിട്ട് പോണമായിരുന്നു. നിക്കി ഞങ്ങൾ ഉറങ്ങി കഴിഞ്ഞിട്ട് പോയി തോന്നുന്നു. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ദിയമോൾ? സൂപ്പർ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പൊ ഇനി പുതിയ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അപ്പത്തെ എല്ലാവർക്കും ബൈ ബൈ.